കൺസ്യൂമർ ഫെഡ് ആസ്ഥാനത്ത് ജീവനക്കാരുടെ പ്രതിഷേധം. ജോയ് തോമസിനെയും മന്ത്രി CN ബാലകൃഷ്ണനെയും അനുകൂലിച്ച് INTUC പ്രവർത്തകരും അഴിമതിക്കാർ പുറത്തു പോകണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരുടെ കോർഡിനേഷൻ കമ്മിറ്റിയും നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളിൽ നേരിയ സംഘർഷമുണ്ടായി. ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ സതീശൻ പാച്ചേനിയെ ജോയ് തോമസിനെ അനുകൂലിക്കുന്ന INTUC CITU പ്രവർത്തകർ തടഞ്ഞു. നിർണായക ഡയറക്ടർ ബോർഡ് യോഗം തുടരുകയാണ്. കൺസ്യൂമർ ഫെഡ് ആസ്ഥാനത്ത് INTUCയുടെ നേതൃത്വത്തിൽ മന്ത്രി CN ബാലകൃഷ്ണനും ജോയ് തോമസിനും പിന്തുണ പ്രഖ്യാപിച്ച് ജീവനക്കാരുടെ പ്രതിഷേധ പ്രകടനം രാവിലെ തുടങ്ങി. അഴിമതിക്കാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരുടെ കോർഡിനേഷൻ കമ്മിറ്റിയും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിനിടയിലാണ് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാൻ ഡയറക്ടർ ബോർഡ് അംഗം സതീശൻ പാച്ചേനി കൺസ്യൂമർ ഫെഡ് ആസ്ഥാനത്ത് എത്തിയത്. പ്രകടനം നടത്തുകയായിരുന്ന INTUC പ്രവർത്തകരും കൺസ്യൂമർ ഫെഡിലെ CITU സംഘടനാ പ്രവർത്തകരും ചേർന്ന് പാച്ചേനിയെ തടഞ്ഞു. പോലീസ് എത്തിയാണ് പാച്ചേനിയെ ഡയറക്ടർ ബോർഡ് യോഗത്തിലേക്ക് കടത്തിവിട്ടത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU പ്രവർത്തകരും ഇതിനകം പ്രതിഷേധ പ്രകടനം തുടങ്ങി. ഇവർ ഓഫീസ് കവാടം ഉപരോധിച്ചു. അഴിമതി കേസിൽ വിജിലൻസ് സസ്പെൻഡ് ചെയ്ത CITU നേതാവ് ജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. INTUC പ്രവർത്തകരും കോർഡിനേഷൻ കമ്മിറ്റിയിലെ ജീവനക്കാരും തമ്മിൽ പലപ്പോഴും രൂക്ഷമായ വാക്കേറ്റമുണ്ടായി. BJP പ്രവർത്തകരും കൺസ്യൂമർ ഫെഡിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി ഉച്ചയോടെ എത്തി. ഇവരെ നേരിടാൻ INTUC പ്രവർത്തകർ എത്തിയതോടെ വീണ്ടും സംഘർഷമുണ്ടായി. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ബോർഡ് യോഗം കൺസ്യൂമർ ഫെഡ് ആസ്ഥാനത്ത് തുടരുകയാണ്. അഴിമതി സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന ഡയറക്ടർ ബോർഡ് ഉപസമിതി റിപ്പോർട്ട് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കും. റിപ്പോർട്ടർ, കൊച്ചി.